വിൽപ്പനയ്ക്കായി എത്തിച്ച 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ എക്സൈസ് പിടികൂടി. പാലിശ്ശേരി ജംഗ്ഷനിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത്. ഒഡീഷ സ്വദേശി ഫാരിൻ ബലിയാർ സിംഗാണ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ഇയാളുടെ ബാഗിൽ നിന്നും 2 കിലോ കഞ്ചാവ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി ആയിരുന്നു എക്സൈസിന്റെ മിന്നൽ പരിശോധന. പിടികൂടുന്ന സമയത്ത് ലഹരിയിലായിരുന്ന പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചു. അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ ആലപ്പുഴ അരൂർ സ്റ്റേഷൻ പരിധിയിലും മുൻപ് കേസിൽ ഉൾപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടികൂടിയ കഞ്ചാവിന് 30,000-ലധികം രൂപ വില വരും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി.കെ. ബിജു, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ വിപിൻദാസ് കെ.വി, രാജേഷ് വി.ബി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാഹുൽ കെ.ആർ, പ്രദീപ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആര്യ കെ.എസ് തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. NDPS കേസുകൾ, കഞ്ചാവ് മയക്കുമരുന്ന് കേസുകളെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പാലിശ്ശേരി ഭാഗത്ത് വെച്ച് നമ്മൾ ഈ ഒഡീഷ സംസ്ഥാനത്ത് ഉള്ള ഇയാളെ പിടികൂടുന്നത്. ഇയാൾ നമ്മൾ അന്വേഷണം നടത്തിയതിൽ ഇയാൾ നവംബർ മാസത്തിൽ അരൂർ പോലീസ് സ്റ്റേഷനിൽ 2 കിലോളം കഞ്ചാവുമായിട്ട് പിടിച്ച് പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയൊക്കെയാണ്. അപ്പം പുള്ളി ബെയിൽ കണ്ടീഷനിൽ ഇന്ന് അവിടെ ഒപ്പിടാൻ പോകേണ്ടതാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ പരിശോധിച്ച് വരുമ്പോഴാണ് ഇവനെ നമുക്ക് 2 കിലോ 42 ഗ്രാം കഞ്ചാവുമായിട്ട് പിടികൂടിയത്. അപ്പം പ്രതി ഇന്നിപ്പം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. തുടർന്നും കൂടുതൽ ഇതിന് പിന്നിലുള്ളവരെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ്. ഞങ്ങൾ അറിഞ്ഞത് ഇത് ഇവരുടെ ഒഡീഷയിലുള്ള ഇവൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ആരോ നിന്നാണ് ഇവൻ ഈ സാധനം വാങ്ങിയിട്ട് ഇത് വിൽപ്പനയ്ക്കായിട്ട് മറച്ചു വയ്ക്കുന്നതിനായിട്ട് ഇവിടെ വാങ്ങിക്കൊണ്ടിരുമ്പോഴാണ് നമ്മൾ പിടികൂടുന്നത്. നമ്മളെ കണ്ടുപോയി പെട്ടെന്ന് ഒരു ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പോകാൻ നോക്കുന്ന കണ്ടപ്പോഴാണ് നമ്മളിതിനെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ പിടിച്ച സമയത്ത് ഇവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഇത് ലോക്കൽ ഏരിയയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണതാണ്. ഇവനിത് 30,000 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഒരാൾക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് നമുക്ക് ഇവനെ പിടികൂടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.